വളരെ പ്രസിദ്ധമാണ് ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങൾ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമും ശലോമോൻ്റെ സദൃശ്യവാക്യങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജെസ്സി തോമസ്. ആദ്യത്തെ ചോദ്യം: ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നവൻ ആരാണ്? ഉത്തരം: ഭോഷന്മാർ. സദൃശ്യവാക്യം 1:7. അടുത്ത ചോദ്യം: വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നത് ആരാണ്? ഉത്തരം: ജ്ഞാനമായവൾ. സദൃശ്യവാക്യം 1:20. അടുത്ത ചോദ്യം: ബഹുമാനത്തെ അവകാശമാക്കുന്നത് ആരാണ്? ഉത്തരം: ജ്ഞാനികൾ. സദൃശ്യവാക്യം 3:35. അടുത്ത ചോദ്യം: വായുടെ വക്രതയോടുകൂടെ നടക്കുന്നത് ആരാണ്? ഉത്തരം: നിസ്സാരനും ദുഷ്കർമ്മിയും ആയവൻ. 6:12. അടുത്ത ചോദ്യം: പ്രബോധനത്തിൻ്റെ ശ്വാസനകൾ എന്താണ്? ഉത്തരം: ജീവന്റെ മാർഗം. 6:23. അടുത്ത ചോദ്യം: സൂക്ഷ്മബുദ്ധിയെ പാർപ്പിടമാക്കിയിരിക്കുന്നത് എന്താണ്? ഉത്തരം: ജ്ഞാനം. 8:12. അടുത്ത ചോദ്യം: ആരുടെ വായയാണ് സാഹസം മൂടുന്നത്? ഉത്തരം: ദുഷ്ടന്മാരുടെ. സദൃശ്യവാക്യം 10:6, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സകല ലംഘനങ്ങളെയും മൂടുന്നത് എന്താണ്? ഉത്തരം: സ്നേഹം. സദൃശ്യവാക്യം 10:12. അടുത്ത ചോദ്യം: ഉഴന്ന് നടക്കുന്നത് ആരാണ്? ഉത്തരം: ശ്വാസന രുചിക്കുന്നവൻ. 10:17. അടുത്ത ചോദ്യം: ജ്ഞാനം മുളപ്പിക്കുന്നത് ആരുടെ വായാണ്? ഉത്തരം: നീതിമാന്റെ. 10:31. അടുത്ത ചോദ്യം: ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഉത്തരം: ആർപ്പുവിളി. 11:10. അടുത്ത ചോദ്യം: ജനങ്ങൾ ശപിക്കുന്നത് ആരെയാണ്? ഉത്തരം: ധാന്യം പൂട്ടിയിട്ടിരിക്കുന്നവനെ. 11:26. അടുത്ത ചോദ്യം: ജ്ഞാനഹൃദയന് ദാസനായിത്തീരുന്നത് ആരാണ്? ഉത്തരം: ഭോഷൻ. സദൃശ്യവാക്യം 11:29. അടുത്ത ചോദ്യം: ഭോഷന്റെ നീരസം എപ്പോഴാണ് വെളിപ്പെട്ടു വരുന്നത്? ഉത്തരം: തൽക്ഷണം. സദൃശ്യവാക്യം 12:16. അടുത്ത ചോദ്യം: ആരുടെ കൈയാണ് അധികാരം നടത്തുന്നത്? ഉത്തരം: ഉത്സാഹികളുടെ. സദൃശ്യവാക്യം 12:24. അടുത്ത ചോദ്യം: ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം: ആശ വിളംബനം. സദൃശ്യവാക്യം 13:12. അടുത്ത ചോദ്യം: മനസ്സിന് മധുരം എന്താണ്? ഉത്തരം: ഇച്ഛാനിവൃത്തി. 13:19. അടുത്ത ചോദ്യം:
പാപികളുടെ സമ്പത്ത് സംഗ്രഹിക്കപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ്? ഉത്തരം നീതിമാനു വേണ്ടി. 13:22. അടുത്ത ചോദ്യം, ഡംഭത്തിൻ്റെ വടിയുള്ളത് ആരുടെ വായിലാണ്? ഉത്തരം ഭോഷൻ്റെ. 14:3. അടുത്ത ചോദ്യം, തൻ്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരുന്നത് ആർക്കാണ്? ഉത്തരം നല്ല മനുഷ്യന്. 14:14. അടുത്ത ചോദ്യം, ദേഹത്തിന് ജീവൻ എന്താണ്? ഉത്തരം ശാന്തമനസ്സ്. 14:30. അടുത്ത ചോദ്യം, ശാകഭോജനം നല്ലത് എവിടെയാണ്? ഉത്തരം സ്നേഹമുള്ളിടത്ത്. 15:17. അടുത്ത ചോദ്യം, അകൃത്യം പരിഹരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം ദയയും വിശ്വസ്തയും കൊണ്ട്. 16:16. അടുത്ത ചോദ്യം, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും എന്താണ്? ഉത്തരം ഇമ്പമുള്ള വാക്ക്. 16:24. അടുത്ത ചോദ്യം, സ്നേഹം നേടുന്നവൻ മറച്ചു വയ്ക്കുന്നത് എന്താണ്? ഉത്തരം ലംഘനം. 17:9. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്.